പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. വചന വെളിച്ചത്തിലും സഭ നമ്മെ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ വിശുദ്ധര് ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുമായിട്ട് നമുക്കൊരു പ്രണയം ഉണ്ടാവും. അമ്മയുടെ മാധ്യസ്ഥം നിരന്തരം നമ്മൾ തേടും. ആദ്യമായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് ഒരു 10 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 10 വചനഭാഗങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മളെ പഠിപ്പിക്കുന്ന, ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന 10 പ്രധാനപ്പെട്ട വചനഭാഗങ്ങളാണ്. വളരെയേറെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ലൂക്ക 1-ാം അധ്യായം ആണല്ലോ അല്ലേ? പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലൂക്ക 1-ാം അധ്യായം 27-ാമത്തെ വചനം വായിച്ചു. ലൂക്ക 1:27. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ആരുടെ അടുത്തേക്കാ? കന്യകയുടെ അടുത്തേക്ക്. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ കന്യകയായിരുന്നു, കാരണം അവൾ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ജീവിത വിശുദ്ധിക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ആരെല്ലാം അവിടെ അടുത്ത് വന്ന് എന്തെല്ലാം പഞ്ചാര വർത്താനം പറഞ്ഞ് അവളെ പുകഴ്ത്തി, അവളെ വശീകരിച്ച് ആ ഒരു ജീവിത വിശുദ്ധി കളയാൻ പരിശ്രമിച്ചാലും മറിയം പറയുമായിരുന്നു നോ. എത്ര പേർക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ട്? എത്രയോ സംഭവങ്ങൾ കല്യാണത്തിന് മുമ്പ് തന്നെ കന്യാത്വം പോയി, ജീവിത വിശുദ്ധിയും പോയി, അതെല്ലാം കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നവർ. ഇവിടെ നമ്മൾ കാണുകയാണ് കന്യകയുടെ അടുത്തേക്ക്. നമുക്ക് ദൈവമക്കളായി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിത വിശുദ്ധി എന്നുള്ളത്. വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസസ് 1:4 വായിച്ചു. എഫേസസ് 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം എടുക്കുമ്പോൾ ഈ കാര്യം ദൈവമക്കളെക്കുറിച്ച്, ക്രിസ്ത്യാനികളെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പൗലോസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ കാണാൻ സാധിക്കും. തൻ്റെ മുമ്പാകെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നമുക്ക് വേണമെങ്കിൽ എന്നാ അടവ് ഇറക്കാൻ പറ്റും, എന്ത് നടനവും നമുക്ക് നടത്താൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അതൊന്നും നടക്കില്ല. നീ കന്യകയാണ് കർത്താവിൻ്റെ കണ്ണിൽ. നീ ആരും കാണാതെ അത് നഷ്ടമാക്കിയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ കർത്താവ് അത് മനസ്സിലാക്കും. മാതാപിതാക്കൾ അറിഞ്ഞെന്ന് വരുത്തില്ല. ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതാണ് വചനം പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ മുമ്പാകെ പരിശുദ്ധരായി ജീവിക്കാൻ നമ്മുടെ ഹൈറ്റ് ഒരു പ്രശ്നമല്ല, നമ്മുടെ ചർമ്മത്തിൻ്റെ കളർ ഒരു പ്രശ്നമല്ല, നമ്മൾ എത്രമാത്രം പഠിച്ചു എന്നതുള്ളത് ഒരു പ്രശ്നമല്ല, നമ്മൾ ഇഷ്ടം പോലെ കാശുണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല, നമ്മുടെ മക്കളെ ആഡംബരമായിട്ട് കെട്ടിച്ചു വിട്ടോ ഇല്ലയോ ഒരു പ്രശ്നമല്ല, അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ അതൊരു പ്രശ്നമല്ല. കർത്താവ് പറയാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചത്, നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നീ എൻ്റെ മുമ്പിൽ പരിശുദ്ധനും നിഷ്കളങ്കനുമായിരിക്കണം. അതിന് ഇന്നോ ഇന്നലെയോ അല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ. അതാണ് ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം നൽകിയിരിക്കുന്ന സന്ദേശം. ഇത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ചങ്കിൽ കൊണ്ടു നടന്നൊരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ അവിടെ അടുത്ത് വന്നപ്പോൾ ഗബ്രിയേൽ ദൂതന് മനസ്സിലായി ഇവൾ കന്യകയാണ്. പ്രത്യേകം പറയേണ്ട കാര്യം ഇല്ലായിരുന്നു, ദൈവത്തിനറിയാമായിരുന്നു ആ സമയത്തും അവൾ കന്യകയാണ്. കന്യകയുടെ അടുത്തേക്ക് ഈ ദൂതൻ ദൈവത്താൽ അയക്കപ്പെട്ടു എന്നാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിത വിശുദ്ധിക്ക് വലിയ വില കൽപ്പിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. എൻ്റെ പ്രിയപ്പെട്ടവർ, മറ്റു കാര്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ ആ ഫോക്കസ് അങ്ങോട്ടൊന്ന് മാറ്റാം. എൻ്റെ ദൈവമേ, എന്തെല്ലാം ചിലർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അവിടെ അവരുടെ സൗന്ദര്യത്തിൻ്റെ കാര്യം, അതിപ്പോൾ ഒരു
നെയിൽ പിടിപ്പിക്കുന്നതാണേലും പുരികം സൂക്ഷിക്കുന്നതാണേലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തുമാത്രം പ്രാധാന്യം കൽപ്പിച്ച് അതിനൊന്നും ഒരു കേടും പാടും ഒന്നും വരാതെ കണ്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. എന്തേ ഈ വചന സന്ദേശം ചങ്കിൽ കയറാത്തത്? കർത്താവ് പറയാണ്, അതിനേക്കാളെല്ലാം വളരെ വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് നീ വിശുദ്ധ ജീവിതം നയിക്കുന്നത്, നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ. അവിടെ പ്രിയപ്പെട്ടവരെ, പ്രാധാന്യം കൽപ്പിക്കേണ്ടതിന് പ്രാധാന്യം കൽപ്പിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരു വചനം കൂടി എടുത്തു, അടുത്ത വചനം എടുത്തു, 28-ാമത്തെ വചനം, ലൂക്കാ 1:28. ലൂക്കാ 1:28. ദൈവദൂതൻ ഗബ്രിയേൽ ദൂതൻ അവളുടെ അടുത്ത് വന്ന് അവളെ അഭിസംബോധന ചെയ്ത് അവളോട് പറഞ്ഞ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ദൈവകൃപ നിറഞ്ഞവളെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെല്ലാം നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതെന്തൊരു കളറാണ്, ഇതെന്തൊരു ഷേപ്പാണ്, ഇതെന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ രൂപം എത്ര വികൃതമാണ് എന്ന് പറയട്ടെ. ദൈവദൂതന് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഈ കാര്യം പറയാൻ പറ്റുമോ? ദൈവകൃപ നിറഞ്ഞവനെ, ദൈവകൃപ നിറഞ്ഞവളെ. ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിൽ അഭിമാനം കൊള്ളാൻ പറ്റും. മൂക്ക് വളഞ്ഞായിരിക്കാതിരിക്കണേ, മുടി തീരെ ഇല്ലായിരിക്കാം, അതല്ലെങ്കിൽ കാല് വളഞ്ഞായിരിക്കാം ഇരിക്കാൻ, ശരീരത്തിൻ്റെ കളറ്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ, അച്ഛാ എൻ്റെ അസ്ഥിയും കറുത്തതാണോ എന്ന് ഞാൻ ഇടയ്ക്ക് വിചിന്തിച്ചിട്ടുണ്ട്. അവൻ എന്നാ കരിങ്കോഴിയല്ലോ, സാധാരണ കരിങ്കോഴിയുടെയൊക്കെ അസ്ഥിയും കറുത്തിരിക്കുള്ളൂ. അവൻ്റെ ആ ചർമ്മത്തിൻ്റെ കളർ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരുടെ മുമ്പിലാണേലും ദൈവദൂതൻ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവനെ സ്വസ്തി എന്ന് പറയാൻ ഇടവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനീ കളറിൻ്റെ കാര്യം നോക്കണം? പറയണ്ടേ? ദൈവമക്കളുടെ ശ്രദ്ധ എവിടെയായിരിക്കണം എന്നുള്ളത് പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കൃപയുടെ നിറവിൽ ജീവിച്ചൊരു വ്യക്തി. മറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കൃപയുടെ നിറവിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തിന്നാനുള്ള അന്നം കിട്ടാൻ വേണ്ടിയാണോ? അതല്ലെങ്കിൽ കുറച്ചുകൂടെ സൗന്ദര്യവർദ്ധനയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രം മതിയോ? കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വന്നാൽ മതിയോ? അതോ മുട്ടും കുത്തി കൈയും വിരിച്ചു പിടിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ കൃപ 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 മതി, എനിക്ക് ആ കൃപ മതി. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതാണ് ഒരു ക്രിസ്ത്യാനി നടത്തേണ്ട പ്രാർത്ഥനയെന്ന്. അടുത്തായിട്ട് 35-ാമത്തെ വചനം എടുത്തു. 35-ാമത്തെ വചനം. ഇപ്പം ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ഇവിടെ പറഞ്ഞ കാര്യം നടന്നു. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. അദ്ദേഹത്തോടെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നീ ഗർഭം ധരിക്കും. ഇനി അതൊരു പുരുഷ ബീജത്തിലൂടെയല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇങ്ങനെ ഒരു ഗണം നടക്കും. നടന്നില്ലേ? ചരലെ മുട്ടുകുത്തിയിട്ട് കൈ വിരിച്ചു പിടിച്ച് വേണം കൈക്കകത്ത് എന്തെങ്കിലും ഒരു കട്ടിയും കൂടെ വെച്ചോണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് റെഡിയാണ്. എനിക്ക് നാളെ ഈ കാര്യം ഒന്ന് നടക്കണം, അതിന് ഇനിയും വേണം വെയിറ്റ് കയറ്റി വെച്ചോ. പക്ഷേ കർത്താവേ, നാളെ ഈ കാര്യം എനിക്ക് നടന്നു കിട്ടണം. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് ശരിക്കുള്ള പ്രാർത്ഥന. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഇത്രയും വലിയ ഇതൊന്നും വേണ്ട. അത്യാവശ്യത്തിരി ത്യാഗമൊക്കെ എടുക്കുന്നല്ല കേട്ടോ, ഒരാത്മസംയമനമൊക്കെ വരാൻ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു സഹനമായിട്ട് നമ്മൾ എടുക്കേണ്ടത്, ദൈവഹിതത്തിന് എന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം പറയാണ്, നിന്റെ രോഗം അവിടെ ഇരിക്കട്ടെ. പൗലോസിനോട് അങ്ങനെ പറഞ്ഞല്ലേ, നിന്റെ ശരീരത്തിലെ മുള്ള അവിടെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, നിനക്ക് എൻ്റെ കൃപ മതി. പിന്നീട് ആ ഒരു മുള്ളിനെക്കുറിച്ച് പൗലോസ്ലീഹ മിണ്ടിയിട്ട് പോലും ഉണ്ടോ? നമുക്കൊക്കെ പറ്റുന്ന എന്താ? നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാതെ വന്നതുകൊണ്ട് ഇനി ദൈവത്തെ കടത്തി പൊറപ്പിക്കുകയില്ല നടക്കുന്നിടം വരെ. അതിന് വേണമെങ്കിൽ കൂടുതൽ ത്യാഗമെടുക്കാനും പല അഭ്യാസങ്ങൾ കാണിക്കാനും തയ്യാറായെന്ന് വരും. പരിശുദ്ധ കന്യാമറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവ് നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ, അത് എടുക്കാനുള്ളൊരു കൃപ തന്നാൽ മതി.
അതൊക്കെ പ്രായോഗികമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ലീമായിലെ വിശുദ്ധ റോസിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവേ, കൂടുതൽ കൂടുതൽ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ചോ. കുഴപ്പമില്ല, സഹിക്കാനുള്ള ശക്തിയും കൂടെ തരണം കേട്ടോ. സഹനം വർദ്ധിപ്പിച്ചോ, പക്ഷേ ആ സഹനം എടുക്കാനുള്ള ശക്തി, കൃപ അതെനിക്ക് തന്നാൽ മതി. സഹിക്കാൻ ഞാൻ റെഡിയാ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ, ദൈവമേ നിൻ്റെ ഇഷ്ടം എന്താണോ നടക്കട്ടെ. ഞാൻ പറഞ്ഞത് നടത്തുന്നില്ലേ? വേണ്ട. ഇതല്ലെങ്കിൽ അതിന് നീ ഇനി കുറച്ച് കാലതാമസം വരുത്താൻ പോവാണോ? ആയിക്കോട്ടെ. ഇതാണ് പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്ന മനോഭാവം. ഫിയാത്ത് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി ഡൺ. അവിടുത്തെ ഹിതം, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പദ്ധതിയല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം വിട്ടുകൊടുത്തൊരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയം. ഈ അമ്മയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒപ്പിയെടുത്ത് ജീവിക്കുക എന്നാണ് അർത്ഥം. അതായത് കേട്ടുപോകാനും എനിക്കിവിടെ നിന്ന് നല്ല കോരിത്തരിപ്പിക്കുന്ന രീതി പറയാനും എളുപ്പമാണ്. അത് പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നവരുടെ ഗണത്തിലേക്ക് നമ്മളെ ഉയർത്തത്തില്ല. ഇതുപോലെ എനിക്കും ജീവിക്കണം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള വിശുദ്ധരുടെ ജീവചരിത്ര ഗ്രന്ഥം കിട്ടി. അത് വായിക്കാൻ തുടങ്ങി. ഒരു 3-4 പേരുടെ കാര്യം വായിച്ചു കഴിഞ്ഞ് പുള്ളി പുസ്തകം മടക്കി വെച്ചു. എന്നിട്ട് പുള്ളി തന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്കും ഇവരെ പോലെ വിശുദ്ധനാകണം. ഇവനും ഇവക്കുമൊക്കെ വിശുദ്ധരാകാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അതാണ് ആ വിശുദ്ധരെ സ്നേഹിച്ചതിൻ്റെ അടയാളം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരിക, നമ്മുടെ ജീവിതം കൊണ്ടുവരിക, അതിലേക്ക് നമ്മുടെ ജീവിതം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത വചനം 45-ാമത്തെ വചനം. നമ്മളിപ്പോൾ ഏതാനും പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഏറ്റുപറഞ്ഞ വ്യക്തികൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരാൾ പരിശുദ്ധ കന്യകാമറിയത്തെ, ആ മറിയത്തിൻ്റെ ചില നന്മകളെക്കുറിച്ച് ഏറ്റുപറയുന്നത് കേൾക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. നമ്മളൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്, നല്ല ഇടിവെട്ട് അത്ഭുതമൊക്കെ നടക്കുവാണെങ്കിൽ ഞാനും വിശ്വസിക്കും കേട്ടോ. വേറെ ചിലർക്ക് ഇപ്പം നടക്കുന്ന സൗഖ്യങ്ങളാണ്, അതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. അതിനേക്കാൾ ഇടിവെട്ട് സാധനം വല്ലതും നടക്കുവാണെങ്കിൽ അന്ന് വിശ്വസിക്കാമെന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഇങ്ങനെയുള്ള അത്ഭുതം കണ്ടതിൻ്റെ പേരിൽ വരേണ്ടതല്ല. വിശ്വാസം നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ലൂക്ക 17:5 ശിഷ്യന്മാർ പോലെ നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്: കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലോർഡ് ഇൻക്രീസ് മൈ ഫെയ്ത്ത്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് വളർത്തിയെടുക്കേണ്ടതല്ലാതെ എവിടെയെങ്കിലും അത്ഭുതം കണ്ടിട്ട് അതിൻ്റെ പേരിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നതല്ല പ്രായോഗികമായ കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്തത് 56-ാമത്തെ വചനം, ലൂക്ക 1:56. മറിയം ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ സമയം കൊണ്ട് മറിയം ഗർഭിണിയായി. അതിന് വീട്ടിൽ പോയി യോസേപ്പ് പിതാവുമായിട്ട് സഹവസിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതങ്ങനെ ഉണ്ടായതല്ല. മറിയം ഫിയാത്ത് പറഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി. നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചിരിക്കുന്ന അവളുടെ ഗർഭസ്ഥ ശിശു ആരാണെന്നും പറഞ്ഞ് യേശു ലോകരക്ഷകൻ. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരുന്ന. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായിട്ടൊരു മെസ്സേജ് കിട്ടുവാണ്, അടുത്ത കൊച്ച്, നിങ്ങൾക്കുണ്ടാകുന്ന കൊച്ച് രാങ്കൊച്ച, ആ കൊച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും. കൃത്യമായിട്ട് അറിവൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഒരു ഗർഭധാരണം നടക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഓടിച്ചാടി നടക്കുമോ? പല്ല് തേക്കുന്നത് വരെ കട്ടര കിടന്നുകൊണ്ടായിരിക്കും. ആരെങ്കിലും ഒന്ന് തേപ്പിച്ച് തരുവാണെങ്കിൽ അത്രയും കൂടെ അന്ന് കൈ ഒന്ന് ഇളക്കാതിരിക്കുകയാണെങ്കിൽ അബോർഷനായി പോയാലോ. പരിശുദ്ധ കന്യാമറിയം ചെയ്തൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്: തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇതെനിക്ക് ദൈവം തന്നതാ. ദൈവം
ഞാൻ എൻ്റെ ശ്രദ്ധ മറ്റുള്ളവർക്ക്, എലീശാ പുണ്യവതി ഇതുപോലെ ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എലീശാ പുണ്യവതിക്ക് ഒരു സഹായം വേണം. അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം വചനം കേട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും നമുക്കൊരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ളൊരു ചിന്തയൊന്നും വന്നിട്ടില്ലേ? എന്തുകൊണ്ടായിരിക്കാം? ഒരു ശുശ്രൂഷ, എന്തെങ്കിലും ഒരു ശുശ്രൂഷ ഞാൻ ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തു കൊടുക്കണം. ഞാൻ ധ്യാനിക്കാൻ വരുന്നവരോട് പറയാറുണ്ട്, മരിക്കണതിന് മുമ്പ് എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്തിട്ടേ മരിക്കാവുള്ളൂ. അതിനാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ശവാടക്കിന് പ്രസംഗിക്കുന്ന അച്ഛൻ നുണ പറയുന്നതായിട്ട് വരും. അത് വരുത്താതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ശവാടക്കിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടില്ല? എന്നോ ഗംഭീരം പ്രസംഗമായില്ലേ? ആളെ മരിച്ചു കിടക്കുന്ന ആളെ അടുത്തറിയാവുന്നവരുടെ മനസ്സിൽ കൂടെ പോകുന്നത്, ഈ അച്ഛൻ എന്നാകോ പറയാൻ പാ, ഈ പിള്ളേ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നത്. ഭാര്യ തന്നെ വേണേൽ മനസ്സിൽ വിചാരിച്ചേക്കാം, എൻ്റെ ദൈവമേ എന്തേരം പ്രാർത്ഥിച്ച ഈ പുള്ളിയെ പെട്ടിക്കകത്ത് കയറ്റിയത്. എന്നിട്ട് ഈ മനുഷ്യനെക്കുറിച്ച് ഒന്നും അറിയാത്ത അച്ഛൻ എന്ത് കോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മളൊക്കെ മരിക്കുമ്പം നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊരു നഷ്ടബോധം ഉണ്ടാകണം. അതിന് നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്നവരായിട്ട് മാറണം. ചില കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യം കേട്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, ഇവരെ എന്തിനു കെട്ടാൻ പോയത്? ഒരു കാരണവശാലും അവർ കല്യാണം കഴിക്കരുതായിരുന്നു. കാരണം വിവാഹ ജീവിതം സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്നവർക്ക് ഉള്ളതല്ല. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മറന്ന് ഞാൻ ഒരു കുടുംബത്തിന് രൂപം നൽകുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാകും. ആ പിള്ളേരെയൊക്കെ സംരക്ഷിക്കാനും നോക്കാനും അവരെ സ്വർഗത്തിൽ എത്തിക്കാനുമുള്ളൊരു കടമ എനിക്കുണ്ട്. അതെനിക്കും നിറവേറ്റണം. അതിലൂടെ എനിക്കും സ്വർഗത്തിൽ പോകണം. അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ എന്തിന് കെട്ടാൻ പോയി? ചിലരുടെയൊക്കെ കാര്യം കേട്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, എന്തൊരു സ്വാർത്ഥത! ആ കുടുംബത്തിലുള്ള വേറെ ഒരാളെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല. ഞാൻ, എൻ്റെ സുഖം, എല്ലാവരും എന്നെ സേവിക്കണം, മറ്റുള്ളവർക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും അതെനിക്കൊരു പ്രശ്നമല്ല. ഞാൻ കേട്ട ഒരു സ്ത്രീ പറഞ്ഞ, എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വൈകിട്ട് കിടക്കണ ഒരേ കട്ടിലെ തന്നെ കേട്ടോ, ബെഡ്റൂമിൽ ഒരേ കട്ടിലെ. പക്ഷേ പുള്ളി അങ്ങ് കിടന്നു കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോഴേ നോക്കിയാൽ മതി, ഒരു പാളയംകുടം കൊല ചാക്കിനകത്ത് കെട്ടിവെച്ച പോലെ. കാരണം കാലും തലയും സകലതും ബെഡ്ഷീറ്റിനകത്താണ്. ഭാര്യ അപ്പുറത്ത് കിടന്നുകൊണ്ട് പറയാണ്, നീ എൻ്റെ ചങ്കിനൊരു വേദന പോലെ, അറ്റാക്ക് ആണോ വാ, എനിക്കൊരു ചങ്കിനൊരു വേദന. അത് സാരമില്ല, നമുക്ക് നാളെ രാവിലെ നോക്കാം. ഈ കൊല പുറത്തോട്ട് വരത്തില്ല. ഇതാണോ ഭർത്താവ്? അല്ല, ഇങ്ങനെയാണോ ശരിക്കും പറഞ്ഞ വിവാഹം കഴിച്ചവരെ ചിന്തിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അത്ര സ്വാർത്ഥമതികളായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകരുത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് പരിശുദ്ധ കന്യകാമറിയം തരുന്ന ഈ ഒരു സന്ദേശം, നമുക്കൊരു ശുശ്രൂഷ മനോഭാവം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ കുടുംബത്തിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അവിടെ ശുശ്രൂഷ ചെയ്ത് ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ പുറത്തൊക്കെ കിട്ടും ശുശ്രൂഷ ചെയ്യാനായിട്ട്. അങ്ങനെ ശുശ്രൂഷിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഇനി 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം എടുത്തു, ലൂക്ക 2:19. മറ്റൊരു കാര്യം പരിശുദ്ധ കന്യകാമറിയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഈ ധ്യാനിച്ചിരിക്കാൻ പറയാറില്ല. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചാലും ഫുൾ ടൈം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലർ ഉറങ്ങിപ്പോവും. ശകലം നിശബ്ദത കിട്ടിയാൽ മതി, അന്നേരം ഉറങ്ങിപ്പോവും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ധ്യാനം സാധ്യമാവും? പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വചനത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് അവയെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ശകലം സമയം കിട്ടുമ്പോഴേ ചിന്തിക്കാനുള്ളത്, അടുത്ത വർഷം പ്ലാവേ വല്ലോ ഉണ്ടാവുമോ, അല്ലെ അടുത്ത പ്രാവശ്യം മാവേ നിറച്ച് പൂ ഉണ്ടാവുമോ, ഈ വർഷം കുറവായിരുന്നു. ഇതൊക്കെയാണോ ദൈവമക്കളായി നമ്മുടെ ചിന്തയിൽ ഉയർന്നു നിൽക്കേണ്ട കാര്യങ്ങൾ? പരിശുദ്ധ കന്യാമറിയം
അവളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച ചിന്തകൾ ദൈവിക ചിന്തകളാണ്. ദൈവിക ചിന്തകൾ, വചനചിന്തകൾ, അതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച് അവയെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ചു. ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലൂക്കാസ് സുവിശേഷം വിട്ടിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 2-3 കാര്യങ്ങൾ അവിടുന്ന് എടുക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ 19:25 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വ്യക്തി, പരിശുദ്ധ കന്യാമറിയം, സഹനദാസി, കുരിശൻ ചുവട്ടിലെ മറിയം. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സഹനങ്ങൾ, ക്ലേശങ്ങൾ കടന്നു വന്ന് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം, അവരുടെ മകന് യേശുവിന് വന്ന പോലെ ഒരനുഭവം ഉണ്ടായാൽ ബോധം കെടാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ബോധം കെട്ട് പോകാതിരിക്കുമോ? യേശുവിനുണ്ടായ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പീഡിപ്പടക്കം പോലെ അല്ലറ ചില്ലറ സഹനങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് നമ്മൾ അതേക്കുറിച്ചൊക്കെ പറഞ്ഞു നടക്കുന്നതോ ഉയർത്തിപ്പിടിക്കുന്നതോ പരിഭവം പറയുന്നതോ നല്ലതാണോ? പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. യോഹന്നാൻ 2:5 എടുത്താൽ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ, പല അമ്മമാരിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മക്കളെക്കുറിച്ച്, അല്ലെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഒരു കരുതൽ. അങ്ങനെ ശീലിച്ച് പഠിച്ചത് കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഒരു വീട്ടിൽ ചെന്നു. കല്യാണ വിരുന്ന് നടക്കുന്ന ഒരു സ്ഥലം, അവിടെ അവള് മണത്തറിഞ്ഞു. അവർക്ക് വീഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വീഞ്ഞ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അത് ആ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കും എന്ന് അവർക്ക് മനസ്സിലായി. നമ്മളിൽ ചിലരാണ് ഈ അവസ്ഥയിലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫോൺ എടുക്കും. ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇവിടെ പണി പാളുന്നുണ്ട് കേട്ടോ, ഈ കുടുംബം ശരിക്കും നാറ്റക്കേസായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് കാത്തിരിക്കാം, 15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കറിയാം കേട്ടോ, ഇനി ബാക്കി ഇത് കഴിയുമ്പോൾ ഞാൻ അയക്കാം. എന്തൊരു കണ്ണിച്ചോരയില്ലാത്ത പെരുമാറ്റമാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചില കമൻറ്റും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുക. ഞാൻ കേട്ടോ ഒരു കല്യാണത്തിന് ആകപ്പാടെ എന്നെ ചള്ളാസം അങ്ങനെ ഏതാനും വ്യക്തികൾക്ക് കിട്ടിയില്ല. അതിൻ്റെ പേര് എന്നോ വാർത്തയായിരുന്നു അറിയോ? വലിയ ഗംഭീരം പരിപാടിയൊക്കെ ആയിരുന്നു. ഫുഡ് തികഞ്ഞില്ല. ചള്ളാസം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, ഫുഡ് തികഞ്ഞില്ല. ഇവിടെ നോക്കിയേ, പരിശുദ്ധ കന്യകാമറിയം ആ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് യേശുവിനോട് പറയുക, ഡു സംതിങ്, നീ എന്തെങ്കിലും ചെയ്യണം. അതുവരെ അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കാതിരുന്ന യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ കരുതൽ മൂലം. നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലത്തെ ഇച്ചിരി കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചോളും. ദൈവത്തിന് അതിനുള്ള താല്പര്യമുണ്ട്. ദൈവം അത് ചെയ്തിരിക്കും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്നതിന് ഇത് കാരണമായി മാറും. ഇനി പരിശുദ്ധ അമ്മയുടെ ആ ഒരു മാതൃസഹായം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു ദൈവമാണല്ലോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും വിവരദോഷികൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ, അമ്മയെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വചനത്തിൽ വളരാൻ പറ്റത്തില്ല, നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത്ഭുതം നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ടവരെ കേട്ടേക്കരുത്. ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം. എന്തിന് നമ്മൾ അത് എടുക്കുന്നതിൽ പേടിക്കണം? യോഹന്നാൻ 19:27 നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാനോട് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം. യോഹന്നാൻ മനുഷ്യകുലത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്, മനുഷ്യകുലത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്. യോഹന്നാനോട് പറഞ്ഞ എന്താ? ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ. യേശു പറഞ്ഞൊരു കാര്യം, ഇതാ നിൻ്റെ അമ്മ, അമ്മയുടെ മാതൃസഹായം നീ എടുത്തോ. തെറ്റായൊരു കാര്യമായിരുന്നെങ്കിൽ കർത്താവ് ആ അവസ്ഥയിൽ ഇത് പറയുമായിരുന്നു. അതതിന് കർത്താവിന് വേദനയെല്ലാം കൂടെ കയറി ബോധമില്ലാതെ പറഞ്ഞാണ്.
ഒന്നുമല്ല. വളരെ ബോധപൂർവം കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം, പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം എടുക്കാനാണ് ദൈവം പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയിൽ നിന്നൊന്ന് പഠിക്കാൻ സാധിച്ചാൽ എന്തുമാത്രം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക്, എത്ര വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റും. സഭ നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഈ അറിവിന് ഒരു പൂർണ്ണത വരും. ഈ വചനങ്ങൾ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ സഭ നമുക്ക് നൽകുന്ന, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. 488 പാരഗ്രാഫ്, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, 488. അവിടെ സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: മറിയം ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൾ. എന്തിനീ മറിയത്തെ സ്നേഹിക്കാൻ പിന്നെ നമ്മൾ മടിക്കണം? ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യകാമറിയം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ പുത്രനെ, പിതാവായ ദൈവത്തിന് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മൂശയാണ് പരിശുദ്ധ കന്യകാമറിയം. മോശയല്ല കേട്ടോ, മൂശ. നമ്മൾ ഈ സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആദ്യം അവരൊരു മൂശ ഉണ്ടാക്കും, എന്നിട്ട് അതിനകത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തൻ്റെ പുത്രനെ, യേശുക്രിസ്തുവിനെ, പരിശുദ്ധനായവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത മൂശയാണ് പരിശുദ്ധ കന്യാമറിയം. ഈ മറിയത്തെ പോലെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്, അതിനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറിയത്തെ ദുഷിച്ച് പറഞ്ഞ് നടക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ? ദൈവം തിരഞ്ഞെടുത്തതിനെ ദുഷിച്ച് സംസാരിക്കുന്നവര് അവരെങ്ങനെ ക്രിസ്ത്യാനിയാകും? 495 കൂടി എടുക്കുകയാണെങ്കിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 495, മറിയത്തിന് കൊടുത്തിരിക്കുന്ന ചില ടൈറ്റിൽസ്, പദവികൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാനും ചിലതെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, അനുഗ്രഹീത. പരിശുദ്ധ അമ്മ അനുഗ്രഹീത. രണ്ടാമത്തേതാണ് കൃപ നിറഞ്ഞവൾ. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടതാണ് കൃപ നിറഞ്ഞ മറിയം. മൂന്നാമത്തേതാണ് ഭാഗ്യവതി. ഭാഗ്യവതി ഒരു വിശുദ്ധ തന്നെ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്, നീ ഭാഗ്യവതി. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. നാലാമത്തെ കാര്യമാണ് നിത്യകന്യക. പരിശുദ്ധ കന്യകാമറിയം കന്യകയായിരുന്നു. ഈ സന്ദേശം കിട്ടിയപ്പോൾ അവള് കർത്താവ് പറഞ്ഞ അനുസരിച്ച് തൻ്റെ ജീവിതം വിട്ടുകൊടുത്ത്, കന്യാത്വം അവൾക്ക് നഷ്ടപ്പെട്ടോ? ഇല്ല. സഭ ഇന്ന് അവളെ കാണുന്നത് നിത്യകന്യക. ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചെങ്കിലും കന്യാത്വം നഷ്ടപ്പെട്ടില്ല. കാരണം അവൾ ഗർഭം ധരിച്ചത് സാധാരണ രീതിയിലല്ല. ഒരു പുരുഷൻ സ്ത്രീയുമായിട്ട് ദാമ്പത്യ ബന്ധം പുലർത്തുമ്പോൾ കന്യാത്വം നഷ്ടപ്പെടുന്നത് പോലെ പരിശുദ്ധ കന്യകാമറിയത്തിന് നഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നിത്യകന്യക എന്നുള്ള ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. 5ാമത്തെ പദമാണ് ദൈവമാതാവ്. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, യേശു ദൈവമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. എന്നിട്ട് ചിലർക്ക് യേശു ദൈവത്തിൻ്റെ അമ്മയാണെന്ന് അംഗീകരിക്കാൻ പറ്റിയ മറിയം ഈ യേശുവിൻ്റെ അമ്മയാണെന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല. യേശു ദൈവമാണ്, എല്ലാവരും അംഗീകരിക്കുന്നു യേശു ദൈവമാണെന്ന്. ദൈവത്തിൻ്റെ അമ്മ പിന്നെ ആരാ? യേശുവിൻ്റെ അമ്മ ആരാ? യേശു ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ. അങ്ങനെയാണ് വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതൊന്ന് ഏറ്റെടുത്ത് വിശ്വസിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ അതിൻ്റേതായിട്ടുള്ള അഭിഷേകവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 273 2030 2 പാരഗ്രാഫ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 273 2030 അവിടെ പറഞ്ഞിരിക്കുന്നത്, മറിയം
രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഉദാഹരണവും, രണ്ടാമത്തേത് മാതൃകയുമാണ്. മാതൃകയും വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, മാതൃകയും മധ്യസ്ഥയുമാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു മാതൃകാ സ്ത്രീ. അമ്മമാരെ, ഒരു മാതൃകാ സ്ത്രീയായിട്ട് നിങ്ങൾ കാണേണ്ടത് പരിശുദ്ധ കന്യകാമറിയം. അമ്മമാർ മാത്രമല്ല, നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ മാതൃകയായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാവുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുപോലെ തന്നെ മാധ്യസ്ഥ. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും തൻ്റെ മാധ്യസ്ഥതയിലൂടെ. ഉദാഹരണം, നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നതാണ് പരിശുദ്ധ കന്യകാമറിയം. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തെ ഉദാഹരണമായിട്ട് എടുക്കാവുന്ന 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താ നിങ്ങളുടെ മനസ്സിൽ വരിക? നല്ല ഉദാഹരണം. ഒന്നാമത്തെ കാര്യമാണ് എളിമ. എളിമയ്ക്ക് ഉദാത്ത മാതൃക എന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എളിമ. ഇതിനോടകം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എളിമയെന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് നടക്കുന്നതിലൊന്നുമല്ല. എളിമയെന്ന് പറഞ്ഞാൽ കയറിപ്പറഞ്ഞ് തുണി കൊടുത്ത് നടക്കുന്നതിലൊന്നുമല്ല. അതല്ല എളിമ. നിങ്ങൾ നേരെ നിന്നെന്ന് വിചാരിച്ച് നിങ്ങളുടെ എളിമ നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ നല്ല വസ്ത്രധാരണം നടത്തിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ എളിമ നഷ്ടപ്പെടത്തില്ല. ഒരു പുതിയ ചെരുപ്പ് മേടിച്ചിട്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ എളിമ നഷ്ടപ്പെടത്തില്ല. അതിലൊന്നുമല്ല എളിമയും അഹങ്കാരവും അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് അഹങ്കാരത്തെക്കുറിച്ചും എളിമയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ചങ്കിൽ കയറ്റുന്നത് നല്ലതാണ്. പിന്നെ ഈ ബാഹ്യഭാവത്തിലൊന്നുമല്ല എളിമ, അഹങ്കാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതെന്നറിയോ? ദൈവനിന്ദനത്തോളം എത്തുന്ന സ്വയം സ്നേഹമാണ് അഹങ്കാരം. ചിലരെ കാണാൻ സാധിക്കും, അവരെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പ്രണയത്തിലാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ഷേപ്പ്, എൻ്റെ കഴിവുകൾ, അങ്ങനെയുള്ള പലതുമായിട്ട് പ്രണയത്തിൽ. ഇതൊക്കെ കണ്ടിട്ടില്ല? ചിലർ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് അവരുടെ റിഫ്ലക്ഷൻ കണ്ടിട്ട് അതിനെ പ്രണയിച്ചു. സ്വയം സ്നേഹം. ഞാൻ എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ നന്മകൾ, അങ്ങനെ അതിൽ മാത്രം ഇങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞിട്ട് അവസാനം അവർക്ക് ദൈവവും ഇല്ല. ദൈവനിഷേധികളായിട്ടുള്ളവരുണ്ട്. എന്താ കാരണം? എൻ്റെ ബുദ്ധി, ഞാൻ നല്ലപോലെ പഠിച്ച അറിവുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാണ് ദൈവമില്ല. നിരീശ്വരവാദികൾ ചെയ്യുന്ന എന്താ? നിരീശ്വരവാദികൾ അതിന് ദൈവനിന്ദനത്തോളം എത്തുന്ന സ്വയം സ്നേഹം. ഒരു ചെറുപ്പക്കാരൻ സ്കോട്ട്ലൻഡിലാണ്. അവിടെ വെച്ച് എന്നോട് പറഞ്ഞാണ്, ഞാൻ പറയണത് അച്ഛൻ അംഗീകരിക്കുകയാണെങ്കിൽ അച്ഛന് സത്യം അറിയാൻ പറ്റും. എന്നാടാ നിന്റെ സത്യം? ദൈവമില്ല. അവനെ എങ്ങനെയെങ്കിലും നിരീശ്വര ചിന്തയിൽ നിന്ന് മാറ്റിക്കാൻ വേണ്ടിയാണ് എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയത്. ഇവരോടൊന്ന് സംസാരിച്ച് അവൻ അവസാനം എന്നെ നിരീശ്വരവാദിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ദൈവനിന്ദനത്തോളം എത്തുന്ന സ്വയം സ്നേഹം. എളിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹം. ഇത് പഠിച്ച് നിങ്ങൾ ഇനിയെങ്കിലും ബാഹ്യഭാവത്തിലും വസ്ത്രധാരണത്തിലും ഒക്കെയാണ് എളിമ, അഹങ്കാരം അടങ്ങിയിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും ചിന്തിക്കരുതേ. ഒരു വിശുദ്ധം പഠിപ്പിച്ച കാര്യമാണ്. സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹം. ഈ സ്നേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നൊരു വ്യക്തിയാണ് പൗലോസ്ലീഹ. ഗലാത്യർ 2:20 വായിച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗലാത്യർ 2-ാം അധ്യായം 20-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഐ ഡോണ്ട് എക്സിസ്റ്റ്. അതാണ് പ്രധാനപ്പെട്ട കേട്ടോ. ഞാൻ എന്ന ഭാവം. അതല്ലാതെ പൗലോസ് മരിച്ചു പോയതുകൊണ്ടല്ല. ജീവിച്ചിരുന്ന പൗലോസ് പറഞ്ഞതാണ്, ഐ ഡോണ്ട് എക്സിസ്റ്റ്. ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ജീസസ് ഈസ് എവറിതിങ് ഫോർ മീ. യേശു ക്രിസ്തുവാണ് എനിക്കെല്ലാം എല്ലാം. ഇതിന് സ്വയം ശൂന്യവൽക്കരണം ആവശ്യമാണ്.
അങ്ങനെ സ്വയം ശൂന്യവൽക്കരണം നടത്തണമെങ്കിൽ നമ്മുടെയൊക്കെ സ്നേഹം കുറച്ച് ആത്മാർത്ഥമാക്കണം. അല്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നത് കൊണ്ടൊന്നും സ്നേഹമുള്ളവരാകണമെന്നില്ല. ഒരു കല്യാണാലോചന പോലും വന്ന് ഏതാണ്ട് ഉറപ്പിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് മനസ്സിലായി അവൾക്ക് എന്തോ ഒരു ചെറിയൊരു സ്കിൻ പ്രോബ്ലം ഉണ്ടെന്ന്. ആ കല്യാണം മാറിപ്പോയി. നമ്മൾ സാക്ഷ്യം കേട്ടതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഒരു ചെറുക്കൻ പറഞ്ഞത്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എനിക്കും വേണം ഒരു രോഗം വരാൻ മേലേ, എനിക്കങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റിയല്ലേ, ഞാൻ അതിൻ്റെ പേരിൽ എന്തിനാ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുക. അതാണ് ആത്മാർത്ഥമായ സ്നേഹം. ആത്മാർത്ഥമായ സ്നേഹമുള്ളിടത്ത് ത്യാഗമെടുക്കാൻ, സ്വയം ശൂന്യവൽക്കരിക്കാൻ എളുപ്പമാകും. ഇത് പഠിപ്പിച്ച ഒരു വ്യക്തിയുടെ വാക്കുകൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആരായിരുന്നു? മദർ തെരേസ പറഞ്ഞെന്താ? മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, ആത്മാർത്ഥമായ സ്നേഹവും അല്ലാത്ത സ്നേഹം ഉണ്ടാകാം. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ടാകുമെന്ന് പ്രഭാഷകൻ 6:8 വായിച്ചാൽ മതി, അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ഇനി സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. എനിക്കറിയാലോ, നല്ല നോട്ടും കള്ളനോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നും എനിക്കൊന്നും മനസ്സിലാക്കിയല്ലോ. പക്ഷേ അത് കൃത്യം അറിയാവുന്ന ഒരു ബാങ്കിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർ ഒരു പ്രാവശ്യം ഇതുപോലെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇത് ഇനി തന്നേര് മാറ്റിയേര്, കാരണം ഇത് കള്ളനോട്ടാണ്, പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പേരിൽ അന്വേഷണമൊക്കെ വരും. കൃത്യം അവർക്ക് മനസ്സിലായി കള്ളനോട്ടാന്ന്. അപ്പോൾ ഒടേ തമ്പുരാന് മനസ്സിലാകാതിരിക്കുമോ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണോ കള്ള സ്നേഹമാണോ എന്ന്, കപട സ്നേഹമാണോ അല്ലയോ എന്ന് അറിയും, ഉറപ്പായിട്ടും അറിയും. മദർ തെരേസ പറഞ്ഞത്, നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ നടക്കും. ഒന്ന്, നീ ആ സ്നേഹത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാവും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, മഴക്കാറ് കയറിയതിൻ്റെ പേര് പള്ളി പോകാതിരുന്നവരുണ്ട് കേട്ടോ. മഴക്കാറ് കയറി, മഴ പെയ്താൽ ഇച്ചിരി അസൗകര്യമൊക്കെ ഉണ്ട്. തെന്നം പിന്നം മഴയൊക്കെ ചാറി കിടക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ മേത്ത് വീഴുന്നതോ അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്നതൊക്കെ മോശമാണ്. കുടയില്ലാഞ്ഞിട്ടല്ല, വാഹനം ഇല്ലാഞ്ഞിട്ടല്ല, മഴക്കാറ് കയറിയത് അവരിന്ന് കുർബാന വേണ്ടെന്ന് വെച്ചു. നമ്മൾ എന്ത് വിലയാണ് അവിടെ കൊടുക്കുക? ശരിക്കും ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തെ പ്രതി നീ നൊമ്പരമെടുക്കും, വില കൊടുക്കും, സ്വയം ശൂന്യവൽക്കരണം നടത്തും. അതുകൊണ്ടാണ് പൗലോസിൻ്റെ സ്നേഹം വളരെ ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. ആത്മാർത്ഥ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ കേട് പോക്കാൻ പറ്റണം. അത് ചെയ്യാൻ നമ്മൾ തയ്യാറായി മുമ്പോട്ട് പോകുമ്പോൾ അതനുസരിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിച്ചുയർത്തുന്ന ആ അനുഭവം നമുക്കുണ്ടാവും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 970. ചിലരുടെ ചില തെറ്റായിട്ടുള്ള ചില കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇന്ന് പ്രോട്ടസ്റ്റന്റുകാരൊക്കെ നമ്മളെ ഒരുപാട് കുറ്റം പറഞ്ഞത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ ഇന്ന് കരുതിയിരിക്കുന്നത് കൃപയുടെ ഉറവിടം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയ. ചിലർക്ക് ബലിയർപ്പിക്കണമെന്നുമില്ല, കർത്താവിനെ സ്നേഹിക്കണമെന്നുമില്ല. മാതാവ് 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 മാതാവാണ് ഇതെല്ലാം കൂടെ തരാൻ പോകുന്നത്. ഇങ്ങനത്തെ ചില തെറ്റായ സമീപനങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിതുപോലെ കേൾക്കേണ്ടി വരുന്നത്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പാരഗ്രാഫ് വായിച്ചാൽ മതി. 970, മറിയം കൃപയുടെ ഉറവിടമല്ല, മറിയം കൃപയുടെ ഇടനിലക്കാരിയാണ്. ഉറവിടമല്ല, ഇടനിലക്കാരി. ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികളെ മറിയത്തെ സ്നേഹിക്കും. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കൃപയുടെ ഉറവിടമായി കണ്ട് ആ യേശുവുമായിട്ട് ബന്ധം സ്ഥാപിക്കും. നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയോട് താല്പര്യമില്ല, എന്നിട്ട് നൊവേനയോട് ഭയങ്കര താല്പര്യം വേണേ, മരിയ ഭക്തി അത് നമ്മുടെ കൂടപ്പുറപ്പാണ്. കൂടപ്പുറപ്പ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞാണ് 8 നോമ്പ്. അതില്ലാത്ത ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം
8 നോമ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെ 25 നോമ്പ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 50 നോമ്പ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 8 നോമ്പെന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെ പറ്റത്തില്ല. 8 നോമ്പും 7 നോമ്പും 3 നോമ്പും ഒക്കെ നമുക്ക് നടത്താം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, കൃപയുടെ ഉറവിടം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കത്തോലിക്കാ സഭ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റു കൂദാശകളെല്ലാം, നിങ്ങൾ ആ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ 12:10 വായിച്ചാൽ മതി, 1210. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എല്ലാ കൂദാശകളും കൃപ നൽകുന്നു. വിശുദ്ധ കുർബാന നമുക്ക് കൃപയുടെ ദാതാവിനെ തന്നെ തരുന്നു. ഈ യേശുവുമായിട്ട് നമുക്കുണ്ടാകേണ്ട ബന്ധം, ഈ വിശുദ്ധ കുർബാനയോട് നമുക്കുണ്ടായിരിക്കേണ്ട അഭിനിവേശം, ആ ഒരു പ്രണയം, അതില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ഇതുപോലത്തെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും. അതിന് അർഹരാ. അതുകൊണ്ടാണ് സഭ പറഞ്ഞിരിക്കുന്നത്, മറിയം കൃപയുടെ ഉറവിടമല്ല, ഇടനിലക്കാരി, മീഡിയേറ്റർ, ഇടനിലക്കാരി. ആ രീതിയിലൊന്ന് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റമറ്റവരായിട്ട് നമുക്ക് ഈ യാത്ര, ഈ ആത്മീയ യാത്ര, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്ര നമുക്ക് നടത്താൻ പറ്റും. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ഏതാനും ചില വിശുദ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവരൊക്കെ നമ്മളെക്കാളൊക്കെ ഒരുപാട് അറിവുള്ളവരാണ്. നമ്മളെക്കാളൊക്കെ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. നമ്മെക്കാളൊക്കെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ലഭിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കാം വേണമെന്നുണ്ടെങ്കിൽ. വിശുദ്ധ സിറിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലകൊണ്ട് ചിന്തിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു കാര്യം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാവുക. എന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത, നമ്മൾ ചിലപ്പം അന്വേഷിച്ച ഒരു നുണ പറയാത്ത ഒരു ദിവസം കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇതങ്ങനെയല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത യേശു പറഞ്ഞൊരു കാര്യം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. ഇത് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ആൾ കുത്തിയിരുന്ന് ഒരുപാട് ചിന്തിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും? ഇത് മാംസമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ? എന്തെല്ലാം സംശയങ്ങളാണ്. ഇതൊക്കെ അങ്ങനെ നടക്കണ കാര്യമാണോ? ഈ വിശുദ്ധം പറഞ്ഞത്, കർത്താവ് പറഞ്ഞോ ഇതെൻ്റെ ശരീരമാണ്, ശരീരമാണ്. കർത്താവ് പറഞ്ഞോ ഇതെൻ്റെ രക്തമാണ്. നിങ്ങളത് തലയ്ക്കകത്തിട്ട് ഒരുപാട് ചിന്തിച്ച് കഷ്ടപ്പെടാതെ കണ്ട് വിശ്വാസത്തിൽ ചങ്കിലേക്കൊന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾ കാണും. അതാണ് ഈ വിശുദ്ധം പറഞ്ഞത്. പറയുണ്ട്, പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് വിശുദ്ധർ പറഞ്ഞത് നമുക്കൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. 12-ാം പിയൂസ് മാർപ്പാപ്പ, വിശുദ്ധൻ 12-ാം പിയൂസ്, പയസ് ദ 12th, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മറിയത്തിലേക്കുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ലൂയി മോൺഫോർട്ട്. ഒരുപാട് മരിയഭക്തി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ലൂയി മോൺഫോർട്ട്. അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധൻ പറയുകയാണ്, മറിയത്തിലേക്കുള്ള വഴികാട്ടിയായിട്ട് നമുക്ക് ലൂയി മോൺഫോർട്ടിനെ കാണാൻ പറ്റും. ആ കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതുപോലെ യേശുവിലേക്കുള്ള വഴികാട്ടിയാണ് മറിയം. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറിയത്തെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. മറിയത്തെക്കുറിച്ച് നമ്മൾ വേണ്ടാതീനമൊന്നും പറയേണ്ട ഒരു കാര്യമില്ല സ്വർഗത്തിൽ പോകാൻ. പരിശുദ്ധ കന്യാമറിയുമായിട്ട് നമ്മളൊരു പ്രണയബന്ധത്തിലാകും. കാരണം യേശുവിലേക്ക് നയിക്കുന്നുണ്ട്. ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ജോൺ മരിയ വിയാനി പറഞ്ഞൊരു കാര്യമുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞെന്നാണെന്നറിയോ? എനിക്ക് യൗസേപ്പ് പിതാവിനോട് ഭയങ്കര ബഹുമാനമാണ്. യൗസേപ്പ് പിതാവിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം, ഭയങ്കര ഇഷ്ടമാണ്. കാരണം പറഞ്ഞെന്നാണെന്നറിയോ? പരിശുദ്ധ കന്യകാമറിയത്തെ സംരക്ഷിച്ച വ്യക്തി എന്ന നിലയിൽ, പരിശുദ്ധ കന്യകാമറിയത്തെ പൊന്നുപോലെ നോക്കിയ വ്യക്തി എന്ന നിലയിൽ എനിക്ക് യൗസേപ്പ് പിതാവിനോട് ഭയങ്കര ബഹുമാനമാണ്.
എന്നാൽ പിന്നെ ഈ യേശുക്രിസ്തുവിനെ നമുക്ക്, ഈ രക്ഷകനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയെന്ന നിലയ്ക്ക് എനിക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് ഭയങ്കരം ബഹുമാനമാണ്, ഇഷ്ടമാണ് എന്ന് പറയുന്നതിനകത്ത് എന്തോ തെറ്റ്? എന്നെ യേശുവിലേക്ക് കൊണ്ട് എത്തിക്കാൻ ഒരു ഉപകരണമാകുന്ന പരിശുദ്ധ കന്യകാമറിയം എൻ്റെ സ്വന്തമാണ്. ആ മറിയത്തിൻ്റെ സ്വന്തമായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമാണ് എന്ന് പറയാൻ എന്താ കുഴപ്പം? ഇതൊക്കെ അറിയില്ലാത്തവർ ഏതെങ്കിലും വിവരദോഷികൾ പറഞ്ഞു കേട്ടുണ്ട്. മാതാവിൻ്റെ രൂപം വേണ്ട, കൊന്തയും വേണ്ട, ജപമാല പ്രാർത്ഥനയും വേണ്ട, അല്ലാതെ ഞാൻ നേരിട്ട് സ്വർഗത്തിലേക്ക് ചാടിക്കയറുമെന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ശരിക്കും വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് ഒരു സംശയവുമില്ലാതെ ഒരാശങ്കയുമില്ലാതെ ഏറ്റെടുക്കാവുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ചാവറയച്ചൻ, പിന്നെ നമ്മുടെ അയൽവാസിയാണല്ലേ ചാവറയച്ചൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജപമാല എന്നത് ദൈവവചനങ്ങൾ കോർത്തിണക്കിയ ഒരു മേലങ്കിയാണ്. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് നാളെയെങ്കിലും വന്ന് ചെല്ലിയേക്കണം കേട്ടോ, എല്ലാം കേട്ടിട്ട് പോയിട്ട്. ജപമാല പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയുമായിട്ട് വളരെ ബന്ധമുള്ളൊരു കാര്യം. ആ ജപമാലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവവചനങ്ങൾ കോർത്തിണക്കിയ ഒരു മേലങ്കി, ഒരു പുറങ്കുപ്പായം. അതാണ് ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥന. വിശുദ്ധ ബെർണാഡിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അമ്മയുടെ നാമത്തിലുള്ള ഒരു പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുതകരമായ സംഭവം ഉണ്ടായി. ഞാൻ ദൈവത്തിൻ്റെ അമ്മ എൻ്റെയും എന്ന ആ പുസ്തകത്തിലൊരു ചാപ്റ്റർ അതാണ് വിശുദ്ധരെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് മരിയ ഭക്തിയിൽ ഒരുപാട് വേരൂന്നി നിറഞ്ഞ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ബെർണാഡ്. എത്രയും ദയുള്ള മാതാവേ, ബെർണാഡിൻ്റെ സംഭാവനയാണ്. ഈ വ്യക്തി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. അമ്മ ഉണ്ണീശോയും കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ നെഞ്ചിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ണീശോ ചേർന്നിരിക്കുക, മറുഭാഗത്ത് അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് മുലപ്പാൽ ഇങ്ങനെ ചീറ്റി വന്നിട്ട് ഈ ബെർണാഡിൻ്റെ നാവിൽ വന്ന് വീണു. അങ്ങനെ അദ്ദേഹത്തിന് അസാധാരണമായൊരു ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. നോക്കി എന്ത് വലിയ കാര്യം അവിടെ നടന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അവിടെ കിട്ടിയ ഒരു വലിയ അനുഗ്രഹം. അതിന് ഈ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ബെർണാഡ്. മറിയം നമ്മെ കരം പിടിച്ച് നയിച്ചാൽ നാം വീഴത്തില്ല. ഇവിടെയൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പിള്ളേരെ വല്ലയിടത്തൊക്കെ പോകുമ്പോൾ വേണേ വണ്ടി ഇടിക്കാതിരിക്കാനും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാതിരിക്കാനും ഒക്കെ നമ്മൾ കയ്യേലിങ്ങനെ അള്ളി പിടിച്ചിരിക്കുക. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് അമ്മ എൻ്റെ കയ്യെന്ന് വിടും, ഞാൻ അമ്മയുടെ കയ്യെ പിടിച്ചോളാം അല്ലേ. അമ്മയുടെ കയ്യെ പിടിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് വിട്ടിട്ട് ഓടണമെങ്കിൽ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പിള്ളേർ അവരുടെ കയ്യെ പിടിപ്പിക്കാതെ ഞാൻ പിടിച്ചോളാം എന്ന് പറയും. ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ചിലപ്പോൾ കർത്താവിനെ പിടിച്ചാലും മറിയത്തെ പിടിച്ചാലും ഒക്കെ ചിലപ്പോൾ ഇട്ടിട്ട് ഓടും. അങ്ങനെ ഓടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും. നമ്മുടെ കൈ കർത്താവിന് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. കർത്താവ് പിടിക്കാൻ പറഞ്ഞ് മറിയത്തിന് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. മാതാവേ എൻ്റെ കൈ പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ പിടിച്ച് നയിച്ചോളാൻ പറഞ്ഞാൽ വീഴത്തില്ല. പാപത്തിൽ നമ്മൾ വീഴത്തില്ല, നാശത്തിൽ നമ്മൾ നിബന്ധിക്കത്തില്ല. അതിനെല്ലാം ആവശ്യമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ കൊണ്ട് നമ്മുടെ കരം പിടിപ്പിക്കണം, മറിയത്തെ കൊണ്ട് നമ്മുടെ കരം പിടിപ്പിക്കണം. അതിന് തയ്യാറാകുമ്പോൾ ഈ ഒരു കാര്യം സാധ്യമാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. കുറച്ച് വിശുദ്ധര് ഒരേ കാര്യം ഈ വിശുദ്ധരെല്ലാം പറയുന്നുണ്ട്. ഇനി ആ വിശുദ്ധരുടെ ഒരു ഗണം മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. വിശുദ്ധ അഗസ്തീനോസ്, അക്വിനാസ്, അതുപോലെ തന്നെ ബൊനവെഞ്ചർ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഈ വിശുദ്ധരെല്ലാം ഒരുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മറിയത്തെക്കുറിച്ച്. എന്താണെന്ന് ചോദിച്ചാൽ, മറിയത്തോട് ആദരവും സ്നേഹവും ഇല്ലാതിരിക്കുക. നമ്മളാ ഗണത്തിൽപ്പെട്ടല്ലേ. മറിയത്തോട് ആദരവും സ്നേഹവും ഇല്ലാതിരിക്കുന്നത് തിരസ്കൃതരുടെ ഒരടയാളമാണ്.
തിരസ്കൃതരുടെ അല്ല പറയാറില്ലേ, ആ കൊച്ചിന് അപ്പനും പോയി അമ്മയും പോയി, അങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. അത് ഇങ്ങനെ ആരുമില്ലാത്തൊരു കൊച്ചു പോലെയായി. വേണേ ഒരുപാട് തിരസ്കരണം ഇതുപോലും അവരനുഭവിക്കുന്നു. തിരസ്കൃതരുടെ അടയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവർ പറയാണ്, മാതൃഭക്തി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അടയാളമാണ്. ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ച് ഒരമ്മ, നമുക്ക് ഈ ഭൂമിയിൽ ഒരമ്മയുള്ളത് നമുക്കറിയാമല്ലോ, എന്തുമാത്രം അനുഗ്രഹം. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൂടെ ഞാൻ വീട്ടിൽ പോകായിരുന്നു. അമ്മ മരിച്ചതോടുകൂടി പോക്കിൻ്റെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു പോയി. ഒരമ്മ, ഭൂമിയിലെ അമ്മ, അവരുടെ സ്ഥാനം നമുക്കറിയാം. ഫുൾട്ടൻഷീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ വൈദികർക്കും 2 അമ്മമാരുണ്ട്. വൈദികർക്ക് മാത്രമല്ല, നിങ്ങളും രാജകീയ പുരോഹിത വംശത്തിൽപ്പെട്ടതാണല്ലോ. നമുക്ക് 2 അമ്മമാർ, ജന്മം നൽകിയ അമ്മയും സ്വർഗത്തിലെ അമ്മയും. നമുക്ക് സ്വർഗത്തിലൊരമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. ഈ 2 അമ്മമാർക്കും കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് ഈ 2 അമ്മമാരെയും സ്നേഹിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നത് കാണാൻ പറ്റും. അതാണ് ഈ വിശുദ്ധരെല്ലാം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ്, MSF സഭയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിസ് സാലസ് പറയുന്നത്, നമുക്ക് മറിയത്തിൻ്റെ പക്കലേക്ക് ഓടിയടുത്ത് ശിശുക്കളെപ്പോലെ അവളുടെ കരങ്ങളിൽ അഭയം പ്രാപിച്ച് പ്രത്യാശാഭരിതരാകാം. പിള്ളേരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ വിദേശത്തായിരുന്നു, അമ്മ അവധിക്ക് വരുന്നു, കൊച്ചിനെ എയർപോർട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അമ്മ വരുമ്പോഴേ അമ്മയ്ക്ക് കാണാനും കൊച്ചിന് അമ്മയെ കാണാനും വേണ്ടി അങ്ങനെ അത് വെട്ടിയും മുന്തിക്കൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കാണാം ചില പിള്ളേർ ഓടി ചെന്നിട്ട് അമ്മയെ വാരിപ്പുണരുന്നത്, അല്ലെങ്കിൽ ആ അമ്മ അതിലേറെ കൊച്ചിനെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാമെന്ന്. പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റും. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലായിരുന്ന് പ്രത്യാശാഭരിതരാകാം. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു നഷ്ടമോ പ്രയാസമോ പ്രശ്നമോ രോഗമോ വന്നു കഴിയുമ്പോഴേ പ്രത്യാശ നഷ്ടപ്പെടുന്നവരുടെ ഗണത്തിൽ പെടാതിരിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഒരുപാട് അനുഗ്രഹം പ്രാപിക്കും. അതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.